പാതി വിലയ്ക്ക് സ്കൂട്ടറിന്റെ പേരിൽ നാടെങ്ങും തട്ടിപ്പ് പരാതികൾ. തൃശൂർ വടക്കാഞ്ചേരിയിൽ 48 പേർക്ക് പണം നഷ്ടമായെന്ന് പുതിയ പരാതി. BJP നേതാവ് AN രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. തട്ടിപ്പ് നടത്താൻ അനന്തു കൃഷ്ണൻ മാധ്യമപ്രവർത്തകരെയും മറയാക്കി. യാത്രാ ചുങ്കം പിരിവിലേക്ക് സർക്കാരിനെ നയിച്ചത് കിഫ്ബിയുടെ പരാജയം. വരുമാന സമാഹരണത്തിനുള്ള പദ്ധതികളെല്ലാം പാളി. കെ ഫോണും ഇൻഡസ്ട്രിയൽ പാർക്കും വെള്ളത്തിൽ വരച്ച വരയായി. കിഫ്ബി ടോൾ വിവാദങ്ങൾക്കിടെ നാളെ സംസ്ഥാന ബജറ്റ്. പ്രതിസന്ധി കാലത്തും ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങി സർക്കാർ. പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കും. വയനാട് പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജിനും സാധ്യത. പോലീസിനെതിരായ പരാതികൾ തീരുന്നില്ല. ഓട്ടോ ഡ്രൈവറുടെ മുഖത്തടിച്ച് കമ്പംമേട്ട് CI ഷമീർ ഖാൻ. ഡിസംബർ 31-നുണ്ടായ സംഭവത്തിൽ പരാതി നൽകിയിട്ടും കണ്ടില്ലെന്ന മട്ടിൽ DYSP. പരാതി നൽകിയപ്പോൾ ചികിത്സാ ചെലവ് നൽകി ഒത്തുതീർപ്പാക്കാനും ശ്രമം. വധശിക്ഷയ്ക്കെതിരെ ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മ. ഹൈക്കോടതി അപ്പീൽ ഇന്ന് തന്നെ പരിഗണിച്ചേക്കും. നെയ്യാറ്റിൻകര കോടതിയുടെ വിധി റദ്ദാക്കണമെന്ന ആവശ്യം.